ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അബാദ് ടർട്ടിൽ ബീച്ച് റിസോർട്ടിലെ സ്റ്റേയുടെ കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയുക കേട്ടോ. ഇതാണ് ബീച്ചിലേക്ക് കൊണ്ടുപോകുന്ന ബഗ്ഗി. ഡ്രൈവർ ചേട്ടനെയൊക്കെ പിടിച്ച് മാറ്റി ഞങ്ങൾ ഫോട്ടോയ്ക്ക് വേണ്ടി കയറിയിരുന്നാണ്. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും നടന്നു പോകാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് അടുത്താണ്. എന്നിരുന്നാലും ബഗ്ഗി കയറിയത് കൊണ്ട് ഈ പ്രോപ്പർട്ടി മൊത്തം ഒന്ന് റൗണ്ട് അടിച്ച് ഫുൾ ഒരു വ്യൂ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ എന്നാൽ ബഗ്ഗിയിൽ പോകാം. ഞങ്ങളായിരുന്നു ലാസ്റ്റ് പോയത്. കുറച്ച് പേരൊക്കെ ആദ്യമേ തന്നെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ അത്രയ്ക്ക് അടുത്തായിരുന്നു ബീച്ച്. അത് മാത്രമല്ല, ബീച്ചിൽ എത്തുന്നതിന് മുന്നേ തന്നെ വെറുതെ കുഞ്ഞു കുട്ടികളെ നടന്ന് ക്ഷീണിക്കുകയും ചെയ്യണ്ടെന്ന് കരുതി. ആമിക്കുട്ടി ആലീശിക്കുട്ടിയൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. എപ്പോഴൊന്നും കയറാൻ പറ്റുന്നതല്ലല്ലോ ഈ ബഗ്ഗി. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൊരു ജീപ്പിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അവർക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് അതിൽ പോയത്. ഇറങ്ങാനേ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ആരും. കഴിഞ്ഞോ? എന്ത് പറ്റി? അവർക്ക് മതിയായില്ല? താങ്ക് യു. കൊച്ചുങ്ങളെല്ലാം ഇവിടെ തന്നെ പേടിക്കണ്ട. എങ്ങനെ പറഞ്ഞ ഇവിടുന്ന് പോയിട്ട് കേട്ടില്ലേ പറഞ്ഞ? ഞാൻ കവർ പിടിക്കുന്നു. ഗേറ്റ് തുറക്കുക. ഓക്കെ. $102 ബീച്ച് ദോ എഴുതി വെച്ചേക്കണം. നേരെ പോയിട്ട് റൈറ്റ്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റ് തുറക്കുക, കടലിലോട്ട് ചാടുക. അല്ല, കടലിൽ പോകുമ്പോൾ ചെരുപ്പിടില്ല, ഊരിട്ടില്ല. 103 ബീച്ച് അവിടെയോ? അപ്പ കോമഡി അടിച്ചു തുടങ്ങി. എന്റെടാ അതോ ഇരിക്കുന്നു ബീച്ചിൽ പോട്. എല്ലായിടത്തും ഒരു കുഞ്ഞു കുഞ്ഞു വീട് പോലെ നല്ല രസമുണ്ട്. ചിക്കൻ മന്നു ഞങ്ങളെ പാട്ടൊക്കെ പുറത്തു വന്നു. പോയോ? ഇവിടെ അല്ല, അവിടെ അവിടെ ഇവിടെ അല്ല. ഞാൻ ഇവൾക്കൊരു തൊപ്പി വാങ്ങിച്ചാണ്. ആ തൊപ്പി തലയിൽ കയറണേ. കഴിഞ്ഞോട് പോയപ്പോ ഫുള്ള് വെയില് കൊണ്ട് നിക്കാൻ തൊപ്പി എടുക്കാന്ന്. അയ്യോ, എന്ത് പറ്റി? ഐഡിയ എന്ത് ഇതാ പോയി. ഞങ്ങൾ വന്ന സമയത്ത് ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ റിസോർട്ടിലുള്ള ബാക്കി എല്ലാവരും കൂടെയൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് തിരക്കായി. എന്നാലും സാധാരണ നമ്മൾ പബ്ലിക് ബീച്ചസിൻ്റെ ഒന്നും അത്രയും പോലെ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ. കാരണം ഇത് ഈ ഏരിയയിൽ ഈ റിസോർട്ടിൽ നിന്നും വരുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ നമുക്ക് പറയാം.
ആ എടുത്തോ. വാട്ടർ എടുക്കാൻ പറ്റില്ല, അത് മണ്ണരിക്കുന്ന സാധനാടാ, മണ്ണരിക്കുന്ന സാധന. അയിടാ അപ്പയുടെ കൊടുക്ക. ഞാൻ വെച്ചത് അതെ. ഇല്ല ഇല്ല ആമി ആമി ഇത് കണ്ടോ സ്റ്റാർ, സ്റ്റാർ ഇല്ല. ആ അവിടെ മാറി നോക്കട്ടെ, ദേഹത്ത് ഒഴിക്കല്ലേ. എല്ലാരും മാറിക്കോ, വെള്ളം വരുന്നുണ്ട്. അവിടെ അല്ല എല്ലാരും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഡ്രസ്സും ഞാൻ എന്റെ ഉണ്ട് പേടിക്കട്ടോ. തൊപ്പി വെച്ചേക്കണി ചേച്ചി. കൊട്ടാരം ഉണ്ടാക്കിയേ അറിയാലോ, കൊട്ടാരം ഉണ്ടാക്കാൻ അറിയോ? പാലസ് അറിയത്തില്ല, എങ്ങനെയാണ് കിച്ചു കാണിച്ചു കൊടുക്കും. കക്കയില്ല, കക്ക ഒക്കെ പൊടിഞ്ഞു കിടക്കണേന്ന്, പൊടിഞ്ഞു പോയിട്ട് നല്ല കക്കയൊന്നും. ഇത് വീഡിയോ ഓഫ് ആക്കിട്ട് പറഞ്ഞാൽ മതിയോ? ബീച്ചിലെ മണ്ണ് വലിയ കുഴപ്പമുണ്ടാവില്ലേ. ഹായു ബാ ബാ, ഹായു ബാ, അതിൻ്റെ കൈ പിടിച്ചോ, അമ്മയുടെ കൈ അതിൻ്റെ കൈ. ബാ നടക്കാം, ജസ്റ്റ് ഒന്ന് കാല് കാണിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. പേടിക്കണ്ട 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 പേടിക്കണ്ട. ഓന്തോ ഇതെന്തോ ഈ സാധനം? പായലാണോ? കളിച്ചോ കളിച്ചോ, അവിടെ പോയിരിക്കാനാ. പിടി പിടി പിടി, അഞ്ചോട്ടിരിക്കോ? അപ്പം ഇത് എത്ര ആളുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ചുമ്മാ ഈയോ ഇവിടെ നിന്നാ മതി. അങ്ങോട്ട് വാങ്ങണ്ട, അവിടെ നല്ല കാഴ്ചയുണ്ട്. നനയുണ്ടേ എന്നാ നീ
നല്ല കാഴ്ചയല്ലേ ഇവിടെ? പൊങ്ങി ചാടിക്കേ. ഓക്കെ, ഒരു മിനിറ്റ്. നിക്ക്. അടുത്ത വെള്ളത്തിൽ എടുക്കാം. സോറി. ഹലോ, തെങ്ങിന്റെ മുകളിലാണോ? താഴോട്ട് വാ, കുളത്തോട്ട് വാ. വേണ്ടേ? ഷവർ ദേഹത്ത് ഒഴിക്കല്ലോ. ആ, കളിച്ചു പക്ഷെ ദേഹത്ത് ഒഴിക്കണ്ട, താഴെ. കടിച്ചത് അനങ്ങുന്നില്ല, തിരിഞ്ഞു കിടക്കുക. മറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓടി വന്ന് കുത്തു. അയ്യോ, ഇത് അനങ്ങിയൊന്ന് നോക്കട്ടെ. എന്താ സാധനം? ഓ, ശങ്കിൻ ഇത് ഇതിനകത്തുള്ള. എവിടെ പോവാ? എവിടെ പോവാ? വെള്ളത്തിൽ കളിക്കാൻ പോണോ? ദൂരെ കാക്കയെ നോക്കി. അയ്യോ, കൊത്തില്ല. ഫിഷോ മീനിയാണോ? നോക്കി, അതിനിടെ കിടക്കണം. എന്ത് നാടാ അത്? മീനിയാണോ? ഏതാണ്ട് സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും പിള്ളേരും എല്ലാവരും ക്ഷീണിച്ചു. രാവിലെ എല്ലാവരും ട്രാവൽ ചെയ്ത് വന്നല്ലേ, പലരും പല ഡയറക്ഷനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതിന് ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അങ്ങ് ബീച്ചിലെ സെഷൻ വൈൻഡപ്പ് ചെയ്തു. ഹൈഡാ താഴെ വെക്കണോ? ആ, വാ, നടന്നു പോവാം നമുക്ക്. വേണ്ട, അത് കാല് കഴുകിയിട്ട് പിന്നെ അടിക്കാം. അയ്യോ മമ്മി,
അങ്ങനെ ബീച്ചിൽ പോയതിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി എല്ലാവരും ഒക്കെ ഫ്രഷ് ആയിട്ട് ഡിന്നർ ചെന്ന് റൂമിൽ നിന്ന് സെപ്പറേറ്റ് ഓർഡർ ചെയ്ത് എല്ലാവരും. ബൊഫേ ഉണ്ട്, അലാക്കാട്ടെ ഉണ്ട്. പക്ഷേ കുട്ടികളാരും ഒന്നും ബൊഫേ ഒന്നും അധികം കഴിക്കില്ല. എല്ലാവരും ഒക്കെ ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങൾ ആവശ്യമുള്ളത് മാത്രം അലാക്കാട്ടെ ഓർഡർ ചെയ്തിട്ട് അവർ റെഡി ആകുമ്പോഴത്തേക്കും വിളിക്കാം, അന്നേരം ആകുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. എല്ലാവരും ഡിന്നർ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ പോവാണ്. കിടു ആംബിയൻസ് ആട്ടോ, പറയാതെ വയ്യ. സൂപ്പർ ആംബിയൻസാണ്. ഒരു പിങ്കാ മൈക്കിങ് ഉണ്ടോ? ഒരു പിങ്കാ മൈക്ക്. വൈകിട്ടത്തെ ബർത്ത്ഡേ പാർട്ടിയുടെ ഡെക്കറേഷൻസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ബലൂൺ വേണം. അതോ എല്ലാവരും പെൺപിള്ളേരായതുകൊണ്ട് എല്ലാവർക്കും പിങ്ക് കളർ തന്നെ വേണം താനും. അവസാനം കിട്ടിയത് കൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ആദ്യമേ റെക്കോർഡഡ് മ്യൂസിക് പ്ലേ ചെയ്യാമെന്ന് കേട്ടോ. പക്ഷെ അതല്ല, 2 ചേട്ടന്മാരിങ്ങനെ ഇരുന്ന് ഫ്ലൂട്ടും തബലയൊക്കെ ചേർത്ത് ലൈവ് ഓർക്കസ്ട്ര പ്ലേ ആയിരുന്നു അവിടെ. എന്ത് രസമല്ലേ ഇങ്ങനെ പുറത്തിരുന്ന് രാത്രി നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേട്ട് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിന് എന്തൊരു റിലാക്സേഷനാണ്. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്നുകൂടെ ചെന്ന് ആ ചേട്ടന്മാരോട് ഒന്നുകൂടെ ഒന്ന് വായിക്കുമെന്ന് ചോദിച്ചു കേട്ടോ. ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിള്ളേർക്ക് അടുത്തിരുന്നൊന്ന് കാണാനും വേണ്ടിയിട്ട്. കഴിച്ചു വന്ന സമയത്ത് അവരാരും കണ്ടില്ലായിരുന്നല്ലോ ഇത് ആരായി വായിക്കുന്നത്, അതോ ഇത് പ്ലേ ചെയ്ത മ്യൂസിക് ആണോ എന്നൊന്നും അവർക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അവരെ കാണിക്കാനായിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ചെന്ന ചേട്ടന്മാരോട് ഒന്നുകൂടി ഒന്ന് വായിക്കാവോ എന്ന് ചോദിച്ചു. ഈ പാട്ട് കേട്ടിട്ട് ഏത് പാട്ടാണെന്ന് മനസ്സിലായവരെല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു. ഡിന്നറും ലൈവ് ഓർക്കസ്ട്ര മ്യൂസിക്കും ഒക്കെ കഴിഞ്ഞിട്ടും പാതിരാത്രി ആയിട്ട് പോലും പിള്ളേർക്കൊന്നും ഒരു ക്ഷീണവും ഇല്ല, ആർക്കും ഉറങ്ങാൻ വേണ്ട. നമുക്കത് പറ്റില്ലല്ലോ. ഇവരെ എല്ലാവരും കൂടി ഒന്ന് ഉറക്കിയിട്ട് വേണം ഞങ്ങൾ കസിൻസിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി കുറേ നാൾ കൂടി കാണുന്നതിൻ്റെ വീട്ടുവിശേഷങ്ങളും കുശുമ്പും ഒരിച്ചിരി കുന്നായ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണുങ്ങളെല്ലാവരും കൂടി ഒരു നൈറ്റ് വാക്കിന് പോയി. പിന്നെയും ബീച്ചിലോട്ട് പോയി. പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ബാഡ്മിൻ്റണും കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ.